15% വരുന്ന 20 കോടി വരുന്ന മുസ്ലിങ്ങളാണ്. 80 കോടിയാണ് ഹൈന്ദവ പോപ്പുലേഷൻ എങ്കിൽ ഏതാണ്ട് 15% വരുന്ന മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളോട് ഇപ്പം നേരത്തെ സെബാസ്റ്റ്യൻ പോൾ സാറൊക്കെ പറഞ്ഞ പോലെ എസൻസ് ഓഫ് ഡെമോക്രസി ഈസ് കൺസേൺ ഫോർ അതേഴ്സ് എന്നുള്ളതാണ് റസലിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മറ്റുള്ളവർക്കായിട്ടുള്ള പരിഗണനയാണ് ജനാധിപത്യത്തിന്റെ എസൻസ് എന്ന് പറയുന്നത്. ആ മറ്റുള്ളവർ ഇവിടെ വരുന്നത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ന്യൂനപക്ഷങ്ങളോട് നാളിതുവരെ ഈ 79 വർഷത്തെ സമീപനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമാണ്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഹാൻസ് മെൻഡർ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ മാത്രമാണ് ഇന്ത്യക്കാര് ബൈ ചോയ്സ് തെരഞ്ഞെടുപ്പിലൂടെ ഇഷ്ടപ്രകാരമുള്ള തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ഒരു വിഭാഗം മുസ്ലിങ്ങളാണ്. ബാക്കി നമ്മളെല്ലാവരും തന്നെ we became Indians by chance, but Muslims became Indians by ചോയ്സ്. അവർക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ മുമ്പിൽ മാത്രമാണ് ചോയ്സ് ഉണ്ടായിരുന്നത്. അവർക്ക് പാകിസ്ഥാനിൽ പോകാമായിരുന്നു. പക്ഷെ ഈ പറയുന്ന 20 കോടി മനുഷ്യർ ഇവിടെ നിന്നു. അതുകൊണ്ടാണ് നെഹ്റു പ്രത്യേകം പറയുന്നുണ്ട്, ഓഗസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം പുറത്തു പോകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പം ഈ ജനാധിപത്യപരമായ അവരുടെ അവകാശങ്ങളെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ഈ രാഷ്ട്രത്തിലെ ഓരോ പൗരന്റെയും ബാധ്യതയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ 79 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവരെവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങൾ അവരുടെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുക. പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മുസ്ലിം, ദി ബിഗസ്റ്റ് മൈനോറിറ്റി എവിടെ നിൽക്കുന്നു എന്നുള്ളത്. 24 പേരാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം MP-മാരുള്ളത്. കഴിഞ്ഞ 2 തവണ, അതായത് 2019 മുതൽ ഈ വർഷം അല്ലെങ്കിൽ 2 തെരഞ്ഞെടുപ്പിലും ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രതിനിധി പോലുമില്ല മുസ്ലിങ്ങളിൽ നിന്ന്. ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തില് സലാമാണ് തോന്നുന്നു, ഒരേ ഒരു സ്ഥാനാർത്ഥി. മറ്റുള്ള പാർട്ടികൾ വ്യത്യസ്തമാണോ? അല്ല എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം.